നമ്മൾ ഹിന്ദിയിലെ സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ 6 സ്വരാക്ഷരം എങ്ങനെ സിമ്പിളായിട്ട് പഠിക്കാമെന്നാണ് നോക്കുന്നത്. ആദ്യം 3 എന്ന നമ്പർ എഴുതുക, എന്നിട്ട് ഒരു മൈനസ് വരയ്ക്കുക, എന്നിട്ട് ഇംഗ്ലീഷിലെ ലെറ്റർ ടി എഴുതി കൊടുക്കുക. ഇതാണ് ആ. ഒന്നും കൂടി കാട്ടിത്തരാം. ആദ്യം 3 എഴുതുക, പിന്നെ ഒരു മൈനസ് വരയ്ക്കുക, എന്നിട്ട് ഇംഗ്ലീഷിലെ ലെറ്റർ ടി എഴുതുക, ആ. ഇനി സെക്കൻഡ് ലെറ്ററാണ് ആന്ന് എഴുതണമെങ്കിൽ ആദ്യം ആ എഴുതുക, എന്നിട്ട് ഒരു 1 ഇട്ട് കൊടുക്കുക. ഇത് ആന്നാണ്. ഒന്നും കൂടി കാട്ടിത്തരാം. ആദ്യം 3 എഴുതുക, വരയ്ക്കുക, മൈനസ് ഇടുക, എന്നിട്ട് ടി എഴുതുക. അപ്പോൾ ഇതെന്താണ്? ആ. ഇനി ആന്ന് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ റൈറ്റ് സൈഡിലൊരു 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ ആയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ 1 ആണല്ലേ. നോക്കൂ, ഈ 1 നമ്മൾ വരുമ്പോൾ ആന്നാണ് പറയുക. ഈ 1 ഇല്ലെങ്കിൽ ആ, 1 ഉണ്ടെങ്കിൽ ആ. ഇനി തേർഡ് ലെറ്ററാണ് ഇ. ഈ എഴുതണമെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കൂ. ആദ്യം നമ്മൾ ഈ എഴുതണമെങ്കിൽ ഒരു സ്മോൾ 1 ഇടുക, എന്നിട്ട് ഇംഗ്ലീഷിലെ ലെറ്റർ എസ് എഴുതുക, എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് ചെന്നിട്ട് ഒരു 0 ഇടുക, എന്നിട്ട് ഒരു വാലും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇ ആയി. ഇതെന്താ? ഈ. ആദ്യം ഈ എഴുതുക, എന്നിട്ട് ശിരോരേഖ വരച്ച് ഒരു കുളത്തിട്ട് കൊടുക്കുക. ഇതാണ് ഈ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതെന്താണ്? ഈ. അപ്പോൾ ഇതെന്താണ്? ഈ. അപ്പോൾ ഈയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ കുളത്ത് അല്ലേ. ഈ കുളത്ത് ഇട്ടാൽ ഈന്നായി, കുളത്തില്ലെങ്കിലോ ഈ. ഇനി അടുത്ത ലെറ്ററായ ഉ ആണ് പഠിക്കുന്നത്. ഉ എഴുതണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് 3 എഴുതുക. നമ്പർ 3 എഴുതിയിട്ട് 3യുടെ വാല് ലേശം ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുക, എന്നിട്ട് ശിരോരേഖ വരച്ചു കൊടുക്കുക. ഇതാണ് ഉ. ഇനി ഒരു തവണയും കൂടി ഞാൻ കാട്ടിത്തരാം. ഫസ്റ്റ് 3 എഴുതുക, എന്നിട്ട് 3യുടെ വാല് ലേശം ഇങ്ങോട്ട് വരയ്ക്കുക മേപ്പെട്ട്, എന്നിട്ട് ശിരോരേഖ വരച്ചു കൊടുക്കുക. ഇതാണ് ഉ. അപ്പോൾ ഇനി ഓന്ന് എഴുതണമെങ്കിൽ എന്താ ചെയ്യുക? ആദ്യം നമ്മൾ ഓ എഴുതി, എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 3ൻ്റെ നടുവിന്ന് ഒരു വള്ളി ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് ശിരോരേഖ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതെന്തായി? ഓ. ഒന്നും കൂടി കാട്ടിത്തരാം. ആദ്യം 3 എഴുതുക, 3ൻ്റെ വാല് ലേശം മേപ്പട്ടേക്ക് വരയ്ക്കുക, എന്നിട്ട് പുറകിലൊരു വാലിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഓന്നായി. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈയുടെ മേലെ ഒരു വള്ളി ഇട്ടാൽ ഇത് ഈന്നായി. ഇനി ഓവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓ എഴുതി ഓവിൻ്റെ പുറകിൽ ഒരു വള്ളി, ഇങ്ങനെ വളഞ്ഞ വള്ളി ഇട്ട് കൊടുത്താൽ അത് ഓന്നായി. ഇതാ, ഇങ്ങനെ വളഞ്ഞ വള്ളിയാണ് നമ്മൾ ഇടുന്നത്. മനസ്സിലായില്ലേ? അതിനെയാണ് നമ്മൾ ഓന്ന് പറയുന്നത്. ചോദിക്കട്ടെ, ഈ ആയും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണ്? ആന്നെഴുതുമ്പോൾ നമ്മൾ ഒരു 1 ഇട്ട് കൊടുക്കണം. ആന്നുള്ളത് സെക്കൻഡ് ലെറ്ററാണ് ഇല്ലേ സ്വരാക്ഷരത്തിൽ. ഇനി നമ്മൾ ഈയും
ഈയും തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കുന്നത്. ഈയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ കുളത്ത് അല്ലേ? ഈ എന്ന് പറയുമ്പോൾ ഈ കുളത്തിടണം. ഇനി നമ്മൾ ഓവും തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കുന്നത്. അപ്പോൾ എന്താണ് വ്യത്യാസം? ഊന്ന് എഴുതണമെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഒരു വള്ളി ലേശം വളച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ക്ലിയറായോ? ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ.